സങ്കടങ്ങളിൽ ഉള്ള ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എപ്പാപ്പാനോട് നിങ്ങൾ സഹായം ചോദിക്കരുത്. അത് ഇസ്ലാമിലെ ഹറാമാണ്, അത് ശിർക്കാണ്. ആ കാര്യത്തിൽ ഞാൻ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്തോടെ നമ്മൾ പ്രയാസം അല്ലാഹു മാറ്റി ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു മഖാമിൽ പോയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ആ പാപ്പമാരോട് നമ്മൾ സഹായം ചോദിക്കരുത്. അത് ഇസ്ലാമിൽ തെറ്റാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള ആൾ പറഞ്ഞു വന്ന് ഒപ്പം കൂടി ആൾക്കാരോട് പറയണത്, സങ്കടങ്ങളുള്ള ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പാനോട് നിങ്ങൾ സഹായം ചോദിക്കരുത്. അപ്പൊ നേരിട്ട് ഇസ്തിഗാസ, തബറാളിയോട് നേരിട്ട് സഹായം ചോദിക്കുന്ന കാര്യം ചെയ്യരുത് എന്നാണ് അദ്ദേഹം ഒപ്പമുള്ള ആളുകളോട് പറയുന്നത്. 100% ശരിയാണത്. തുടർന്നുകൊണ്ട് എന്താ കാരണം? 2 കാരണം അദ്ദേഹം പറഞ്ഞു. അത് ഇസ്ലാമിൽ ഹറാമാണ്, അത് അതിന്റെ ഹുക്കുമാണ്. അത് ഇസ്ലാമിൽ ഹറാമാണ്. പിന്നെ അതിന്റെ വിശ്വാസപരമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ശിർക്കാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ. എന്നിട്ട് 3ാമത് അദ്ദേഹം പറഞ്ഞത്, ആ കാര്യത്തിൽ ഞാൻ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം നേർക്ക് നേരെ മരണപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നത് ഹറാമാണെന്നും ശിർക്കാണെന്നും പറഞ്ഞിരിക്കുന്നു. അത് ഹറാമാണ്, ശിർക്കാണെന്ന് സമൂഹത്തോട് നാളിതുവരെ ഉച്ചൈസ്തരം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ മുജാഹിദുകൾ, സലഫികൾ. ആ സലഫികളുടെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ വിഷയത്തിൽ ഞാൻ അവരോടൊപ്പമാണ് എന്ന് പറയാൻ അദ്ദേഹം ധൈര്യവും തന്റെ ഇടവും കാണിച്ചിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടി പിന്നെയും ചേർത്ത് പറഞ്ഞു. എന്ത്? ഒരു മക്കാമിൽ പോയിട്ടും, ഇവിടെയെന്ന് മാത്രമല്ല, നിങ്ങളിപ്പോ എന്റെ കൂടെ ഇവിടെയാണ് വന്നത്, ഇനി ഒരു മക്കാമിൽ പോയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്? ആ ഉപ്പാപ്പാരോട് നമ്മൾ സഹായം ചോദിക്കരുത്. അത് ഇസ്ലാമിൽ തെറ്റാണ്. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അത് ശിർക്കാണെന്നും അത് ഹറാമാണെന്നും താങ്കൾ പറയുന്നതിന് താങ്കൾ തെളിവ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ തെളിവുകൾ തന്നെയായിരിക്കും അത്. കാരണം ഞങ്ങളൊക്കെ അടങ്ങുന്ന ഈ പ്രബോധക സമൂഹം ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഈ ആദർശത്തിന്റെ കൃത്യമായ നിലക്ക് എല്ലായിടങ്ങളിലും നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഇത് റഹ്മാനായ റബ്ബിന്റെ ആശയമാണ്. താങ്കൾ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ്. ഇത് മുജാഹിദീങ്ങൾ മാത്രം ലോകത്ത് പറഞ്ഞതല്ല. താങ്കളുടെ വാചകത്തിൽ താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ കേൾവിക്കാർ വിചാരിക്കും ഇത് മുജാഹിദീങ്ങൾ പറയുന്ന ആശയമാണ്. മുജാഹിദീങ്ങൾ ഇപ്പൊ അത് പറയുന്നു. പക്ഷേ അതിന്റെ മുമ്പേ അവരുടെ എല്ലാം മാതൃകയായ മഹാന്മാരായ പ്രവാചകന്മാർ തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ മുസ്ലിമുകളും അത് പറഞ്ഞവരാണ്. എന്ത്? പരിശുദ്ധ ഖുർആനിലെ വചനം നോക്കൂ നിങ്ങൾ. നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആഇനെ അവർ കേൾക്കൂല. ഇനി വലൗ സമിഉ, കേട്ടു എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചു എന്നിരിക്കട്ടെ, എന്നാലും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയൂല, ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി, മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കുക ചെയ്യും. ഇവിടെയൊക്കെ അള്ളാഹ് പറയുന്ന കാര്യമാണ് മുജാഹിദുകൾ ലോകത്തോട് ഏത് കാലത്തും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മുജാഹിദ്